നമ്മുടെ കേരളത്തിന്റെ പകുതി പോലും വലിപ്പമില്ലാത്ത എന്നാൽ കോടികളുടെ സമ്പത്തുള്ള ചില രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെയാണ് നമ്മൾ സാധാരണയായി സമ്പന്ന രാജ്യങ്ങളായി കണക്കാക്കുന്നത്. എന്നാൽ ആ രാജ്യങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന സമ്പത്ത് ആഗോളതലത്തിൽ മറ്റ് പല രാജ്യങ്ങൾക്കുമുണ്ട്. ഈ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇത്രയും സമ്പന്നമായത്? അതിനു പിന്നിലെ രഹസ്യം എന്താണ്? ലോകത്തിലെ ഏറ്റവും ചെറിയതും എന്നാൽ ഏറ്റവും സമ്പന്നവുമായ 5 രാജ്യങ്ങളെയും അവയുടെ സാമ്പത്തിക വിജയ രഹസ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എവിടെയാണെന്നും നമ്മൾ ചർച്ച ചെയ്യും. എങ്കിൽ ഒട്ടും വൈകിക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏറ്റവും ചെറിയ സമ്പന്നമായ രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 5ാം സ്ഥാനത്ത് ഖത്തറാണ്. വളരെ വിപുലമായ എണ്ണ, വാതക, പെട്രോ കെമിക്കൽ വസ്തുക്കളുടെ കരുതൽ ശേഖരമാണ് ഖത്തറിന്റെ കരുത്ത്. ഖത്തറിന്റെ ജനസംഖ്യ ആകട്ടെ താരതമ്യേന വളരെ കുറവും. 3 ദശലക്ഷമാണ് രാജ്യത്തിന്റെ ജനസംഖ്യ. അത്യാധുനിക കെട്ടിട നിർമ്മിതികൾ, ആഡംബര ഷോപ്പിംഗ് മാളുകൾ, അതിഗംഭീരമായ ഭക്ഷണശാലകളുടെ കേന്ദ്രം എന്നിവയെല്ലാം കൊണ്ടും 20 വർഷമായി ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ തുടരുകയാണ് ഖത്തർ. UAE, സ്വിറ്റ്സർലൻഡ്, സാൻ മരീനോ, US, നോർവേ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിലെ ആദ്യ 10ലുള്ള മറ്റ് രാജ്യങ്ങൾ. ലോക ഭൂപടത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ 5ാമതാണ് സാൻ മരീനോ. ഏകദേശം 34,000 പൗരന്മാർ മാത്രമാണ് ഈ യൂറോപ്യൻ രാജ്യത്തുള്ളത്. അതിനാൽ തന്നെ കുറഞ്ഞ നികുതി നിരക്കാണ് രാജ്യത്തുള്ളത്. 4ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൽ താമസിക്കുന്ന ഏറ്റവും ധനികനായ വ്യക്തി അമേരിക്കക്കാരനാണ്. ഏകദേശം $16 ബില്യൺ ആസ്തിയുള്ള ഫേസ്ബുക്കിന്റെ സഹസ്ഥാപകനായ എഡ്വേർഡോ സാവറിനാണ് 2011ലാണ് സാവറിൻ കമ്പനിയുടെ 53 ദശലക്ഷം ഓഹരികളുമായി US വിട്ട് സിംഗപ്പൂരിൽ സ്ഥിര താമസക്കാരനാക്കിയത്. നിരവധി മൂലധന നേട്ടങ്ങളും ലാഭവിഹിതങ്ങളിലെ നികുതി ഇളവുമാണ് മറ്റെല്ലാ ബിസിനസ്സുകാരെയും പോലെ സാവറിനെയും സിംഗപ്പൂരിലേക്ക് അടുപ്പിച്ചത്. 1965 സ്വതന്ത്രമായ സിംഗപ്പൂരിൽ അന്ന് ജനസംഖ്യയുടെ പകുതിയും നിരക്ഷരരായിരുന്നു. സ്വന്തമായി പ്രകൃതി വിഭവങ്ങളൊന്നുമില്ലാതെ കഠിനാധ്വാനത്തിലൂടെയും സമർത്ഥമായ നയരൂപീകരണത്തിലൂടെയും മാത്രമാണ് സിംഗപ്പൂർ നമ്മൾ ഇന്ന് കാണുന്ന സിംഗപ്പൂരായത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സൗഹൃദ സ്ഥലങ്ങളിൽ ഒന്നാണ് രാജ്യം. സിംഗപ്പൂരിലെ ജനസംഖ്യയുടെ 98% ഇപ്പോൾ സാക്ഷരരാണ്. 3 അയർലൻഡ്. ഏകദേശം 5.3 ദശലക്ഷം നിവാസികളുള്ള റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് 2008-9 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ച രാജ്യമായിരുന്നു. പിന്നീട് വരുത്തിയ നിർണായകമായ നയമാറ്റങ്ങളിലൂടെയാണ് രാജ്യം നഷ്ടമായ സാമ്പത്തിക ആരോഗ്യം വീണ്ടെടുത്ത് ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് നികുതി സങ്കേതങ്ങളിൽ ഒന്നാണ് അയർലൻഡ്. അതായത് ഒരു ശരാശരി ഐറിഷ് പൗരന് പ്രയോജനപ്പെടുന്നതിനേക്കാൾ നികുതി ഇളവ് രാജ്യത്തൊരു ബഹുരാഷ്ട്ര കമ്പനിക്ക് പ്രയോജനം ചെയ്യും. ഇക്കാരണം കൊണ്ട് തന്നെ 2010കളുടെ പകുതിയിൽ വലിയ US സ്ഥാപനങ്ങളായ ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ഫൈസർ അടക്കമുള്ളവ നികുതി ഇളവിനായി ആ സ്ഥാനം അയർലൻഡിലേക്ക് മാറ്റി. 2ാം സ്ഥാനം മക്കാവോ. ഏഷ്യയിലെ ലാസ് വെഗാസ് എന്നറിയപ്പെടുന്ന മക്കാവോയാണ് സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാമതുള്ളത്. മുമ്പ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ കോളനി ആയിരുന്ന മക്കാവോ ഗെയിമിംഗ് വ്യവസായത്തിന് പേര് കേട്ട രാജ്യമാണ്. ഏകദേശം 7 ലക്ഷം ജനസംഖ്യയുള്ള മക്കാവോയിൽ 30 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന 40ലധികം കാസിനോകളുണ്ട്. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്കിടെ ആദ്യ 10ൽ നിന്ന് പോലും പുറത്തായ മക്കാവോ അതിഗംഭീര കുതിച്ചുചാട്ടമാണ് നടത്തിയത്. ഇനി നമുക്ക് നേരെ 1ാം സ്ഥാനത്തിലേക്ക് പോകാം. 1ാം സ്ഥാനം ലക്സംബർഗിനാണ്. പട്ടികയിൽ 1ാമത് വരുന്നത് ലക്സംബർഗ് ആണ്. യൂറോപ്പിന്റെ ഹൃദയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലക്സംബർഗ് കൊട്ടാരങ്ങളാലും ഗ്രാമപ്രദേശങ്ങളാലും അതിന്റെ സാംസ്കാരിക സമ്പന്നതകളാലും മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഏകദേശം 6,70,000 ഇവിടുത്തെ ജനസംഖ്യ. പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കുമായി ധാരാളം വാഗ്ദാനങ്ങളും ലക്സംബർഗ് നൽകുന്നുണ്ട്. യൂറോപ്യൻ മേഖലയിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം ആസ്വദിക്കുന്ന ജനങ്ങളാണ് ലക്സംബർഗിലുള്ളത്. പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലയിലെല്ലാം ലക്സംബർഗ് സമ്പന്നത്തിന്റെ വലിയൊരു പങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക ആഘാതവും ഒക്കെ മറികടന്നാണ് ലക്സംബർഗ് ഈ സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത്. 2020ൽ 0.9% രാജ്യത്തിന്റെ സമ്പദ് വളർച്ച. 2021ൽ ഇത് 7% ഉയർന്നു. യൂറോപ്യൻ മേഖലയിലെ സാമ്പത്തിക തകർച്ച മൂലം ലക്സംബർഗിന്റെ സമ്പദ് വ്യവസ്ഥ 2022ൽ 1.3% താഴ്ന്നു. 2023ൽ 1% ചുരുങ്ങി. ഈ വർഷം 1.2% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ ഉയർന്നതായതുകൊണ്ട് തന്നെ ഈ ഏറ്റക്കുറച്ചിലുകൾ കാര്യമായി ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. 2014ൽ $1 ലക്ഷം ആയിരുന്നു രാജ്യത്തിന്റെ പ്രതിശീർഷ GDP. പിന്നീട് ഇങ്ങോട്ട് രാജ്യത്തിന് ഒരിക്കൽ പോലും
തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇനിയുള്ള ചോദ്യം ഇതാണ്: പട്ടികയിൽ നമ്മുടെ രാജ്യം അഥവാ ഇന്ത്യ എവിടെ എന്നത്. സമ്പന്ന രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അതിവേഗത്തിൽ 5ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കുതിച്ചെത്തിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് 3ാം സ്ഥാനവും പിന്നീടും ഏതാനും ചില നാളുകൾക്കുള്ളിൽ 1ാം സ്ഥാനത്തേക്കും എത്തും. പിന്നെ പട്ടികയിൽ 61ാം സ്ഥാനത്താണ് മാലദ്വീപ് ഉള്ളത്. അതുപോലെ മലേഷ്യ, ഭൂട്ടാൻ, പെറു, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ബഹുദൂരം മുന്നിലാണ്. ആഫ്രിക്കൻ രാജ്യമായ നമീബിയ 119ാം സ്ഥാനത്തും ഗ്വാട്ടിമാല 122ാം സ്ഥാനത്തും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർ ധാരാളമായി ജോലി ചെയ്യുന്ന അറബ് രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളുടെ ആധിപത്യത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. യൂറോപ്യൻ സാമ്പത്തിക സ്ഥിതിയെയും അതുവഴി ആഗോള സമ്പദ് സ്ഥിതിയെയും ബാധിക്കുന്ന ഒന്നാണ് റഷ്യ ഉക്രൈൻ സംഘർഷം. ആഗോള സമ്പന്ന രാജ്യങ്ങളിൽ 60ാം സ്ഥാനത്താണ് റഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഉക്രൈൻ ആകട്ടെ 110ാം സ്ഥാനത്തും. 130ാം സ്ഥാനത്ത് ബംഗ്ലാദേശാണ്. പാകിസ്ഥാൻ 141ാം സ്ഥാനത്തും നേപ്പാൾ 150ാം സ്ഥാനത്തുമായി നിലകൊള്ളുന്നു. എന്നാൽ ഒരു രാജ്യം സമ്പന്നമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്നറിയാമോ? ഒരു രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ GDP മറ്റു രാജ്യവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യം എത്ര സമ്പന്നമാണ് അല്ലെങ്കിൽ ദരിദ്രമാണ് എന്ന് കണക്ക് കൂട്ടാം. മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥ ഇവരുടെ ചെറിയ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വലുതാണ് എന്നതാണ് ഈ രാജ്യങ്ങൾ സമ്പന്നമാണ് എന്ന് പറയാൻ കാരണം. എങ്കിലും പണപ്പെരുപ്പ നിരക്കും പ്രാദേശിക ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയും കണക്കിലെടുക്കുമ്പോൾ മാത്രമേ ഒരു രാജ്യത്തിന്റെ ശരാശരി ജീവിത നിലവാരം സംബന്ധിച്ച് കൃത്യമായ ചിത്രം ലഭിക്കൂ. ഈ കണക്കിനെയാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് വിളിക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ PPP കണക്കിലാക്കുന്നത് ഡോളറിലാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡാറ്റ പ്രകാരം ലോകത്തെ ഏറ്റവും ദരിദ്രമായ 10 രാജ്യങ്ങളിൽ ശരാശരി PPP $1500 താഴെയാണ്. അതേസമയം ഏറ്റവും സമ്പന്നരായ 10 രാജ്യങ്ങളിൽ ഇത് $1,10,000 അധികവും. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 5 രാജ്യങ്ങൾ ചെറിയ സമ്പന്നമായ രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ നൽകുന്ന മാതൃകകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിനുള്ള ഉത്തരമോ നിരവധിയാണ്. മികച്ച ആസൂത്രണത്തിലൂടെയും വർഷങ്ങളായുള്ള ചിട്ടയായ നടപടികളിലൂടെയും ഈ രാജ്യങ്ങൾ കൈവരിച്ച നേട്ടം ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ്. എങ്ങനെ ഈ രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളായി? സർക്കാരിന് പുറമെ അവിടുത്തെ ജനങ്ങൾ ഇതിനായി നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റ് രാജ്യങ്ങളും അയർലൻഡും ചൈനയുടെ പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനായ മക്കാവോ SARഉം ഉൾപ്പെടുന്നു. കാരണം അവ പ്രത്യേക സമ്പദ് വ്യവസ്ഥയാണ്. അതേസമയം മൊത്തം GDP ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 1ാം സ്ഥാനത്താണ്. ഇവിടുത്തെ നിവാസികളുടെ എണ്ണം ഇതിനകം പ്രതിശീർഷ ഡാറ്റയെ സ്വാധീനിക്കുന്നു. വിഭവങ്ങളും ഒരു രാജ്യത്തിന്റെ ജനസംഖ്യാ വലിപ്പവും സാമ്പത്തിക സമ്പത്തിനെ എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ ഈ പറയുന്ന GDP അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ 5ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത്. തൊഴിൽ നിരക്കുകൾ ഓരോ രാജ്യത്തും ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള ജനസംഖ്യയുടെ ശതമാനം കാണിക്കുന്നു. ഇത് സാമ്പത്തിക സാഹചര്യങ്ങളെയും തൊഴിൽ വിപണി നയങ്ങളെയും അടിസ്ഥാനമാക്കി പ്രധാനമായും വ്യത്യാസപ്പെടാം. ഒന്നിലധികം ഘടകങ്ങളുടെ സംയോജനം കാരണം ചെറിയ രാജ്യങ്ങൾ പലപ്പോഴും സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നു. ഉയർന്ന GDP പ്രതിശീർഷ സാധാരണമാണ്. കാരണം അവരുടെ സാമ്പത്തിക ഉൽപാദനം ലക്സംബർഗിൽ കാണുന്നത് പോലെ ചെറിയ ജനവിഭാഗങ്ങൾക്കിടയിൽ പങ്കിടുന്നു. പലരും ധനകാര്യം, ടൂറിസം അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ പോലെയുള്ള വ്യവസായങ്ങളിൽ വൈദഗ്ധ്യം നേടുന്നു. കാര്യക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുന്നു. അതായത് സിംഗപ്പൂർ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ അനുകൂലമായ നികുതി നയങ്ങൾ വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുന്നു. ഇത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. പരിമിതമായ ആഭ്യന്തര വിപണികൾ കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥ അന്താരാഷ്ട്ര വ്യാപാരത്തിലും അഭിവൃദ്ധി പ്രാപിക്കുന്നു. അതേസമയം ഉയർന്ന ഉൽപാദനക്ഷമതയും വിദ്യാഭ്യാസത്തിലും നിക്ഷേപവും വിദഗ്ധ തൊഴിലാളികളെ ഉറപ്പാക്കുന്നു. അവസാനമായി സുസ്ഥിരമായ രാഷ്ട്രീയ ചുറ്റുപാടുകളും ഫലപ്രദമായ ഭരണവും സാമ്പത്തിക ആത്മവിശ്വാസം വളർത്തുന്നു. ഈ രാജ്യങ്ങളെ അവരുടെ വലിപ്പം ഉണ്ടായിരുന്നിട്ടും സമൃദ്ധി നിലനിർത്താൻ അനുവദിക്കുന്നു. പ്രതിശീർഷ GDP 1ൽ കൂടുതലുള്ള ലക്സംബർഗ് മറ്റുള്ളവരെക്കാൾ വളരെ മുന്നിലാണ്. അത് അമേരിക്കയുടെ 5 ഇരട്ടിയാണ്. അയർലൻഡും മക്കാവോ SARഉം അടുത്തടുത്ത സ്ഥാനങ്ങളിലാണ്. അയർലൻഡിന്റെ സാമ്പത്തികവും മക്കാവോ SARന്റെ ടൂറിസവും ആശ്രയിക്കുന്ന വളരെ വികസിത സമ്പദ് വ്യവസ്ഥയാണ് അവ രണ്ടിനും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൊത്തം GDP ഉള്ളത്. എന്നാൽ അതിന്റെ പ്രതിശീർഷ GDP 9ാം സ്ഥാനത്താണ്. വലിയ സാമ്പത്തികവും അല്ലെങ്കിൽ വ്യവസായവുമുള്ള താരതമ്യേന ചെറിയ രാജ്യങ്ങളിൽ വലിയ ആളോഹരി വരുമാനവുമുള്ള സാൻ മറീനോയും ഖത്തറും ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ മൊത്തം GDPയുടെയും അതുപോലെ തന്നെ ചെറിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.